എല്ലാവർക്കും നമസ്കാരം. പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 14 വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 13 14 വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പിൻ എന്നാണ് അവിടെ പുറപ്പാട് 14 13 14 വാക്യങ്ങൾക്കകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പശ്ചാത്തലം നമ്മൾക്കറിയാം. മിസ്രൈമ് അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ ദൈവം വിടിവിച്ചു കൊണ്ടുവന്ന് അവരിപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്? ചെങ്കടലിൻ്റെ മുൻപിൽ എത്തി നിൽക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ചെങ്കടലിൻ്റെ മുൻപിൽ എത്തി നിൽക്കുന്ന അവരെ മുൻപോട്ട് വിടാതെ വണ്ണം, അവർക്ക് മുൻപോട്ട് കിടക്കാൻ കഴിയാതെ വണ്ണം അവരുടെ മുൻപിൽ എന്ത് നിൽക്കുകയാണ്? ചെങ്കടലുണ്ട്. ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മിസ്രൈമിലോട്ട് മടങ്ങിപ്പോകുവാൻ അവർക്ക് പറ്റത്തില്ല. പുറകിൽ ആരുണ്ട്? മിസ്രൈമ സൈന്യമുണ്ട്. അപ്പോൾ ഈ മിസ്രൈമ സൈന്യം എന്തു പറഞ്ഞ് അവരെ പിന്തുടരുന്നു? ഞങ്ങൾ പിടിക്കും, കൊള്ള പങ്കിടും, ഞങ്ങളുടെ വാളിനാൽ വെട്ടുമെന്ന് അവർ പറഞ്ഞാണ് ഇവരെ പിന്തുടരുന്നത്. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യുവാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഇവരെങ്ങനെ നിന്ന് മോശയോട് ഇവർ പിറുപിറുക്കുകയും മോശയോട് നിലവിളിക്കുകയും ചെയ്തപ്പോഴാണ് മോശ ഇവരോട് പറഞ്ഞത്, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, ഈ മിസ്രൈമി ശക്തി എന്ന് പറയുന്നത് ഇവരെ ഒരു വിധത്തിലും മുൻപോട്ട് വിടത്തുണ്ടായിരുന്നില്ല അല്ലേ? ഇവരെ അവിടെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ഇവർ അധ്വാനിക്കുന്നതിൻ്റെ ഒന്നും ഇവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഇവർ കഷ്ടപ്പെടുകയാണ്. ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? അവർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് അല്ലേ? മിസ്രൈമ്യർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. ഇവർ 430 വർഷത്തെ അടിമത്തം അവസാനിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുവാൻ ഇവർ മോശയുടെ നേതൃത്വത്തിൽ ഇവരിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ അവർ വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുകയാണ്. ഇവർക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല, പുറകോട്ട് തിരിഞ്ഞോടുവാനായിട്ട് കഴിയുന്നില്ല. ഞങ്ങളിവിടെ തീർന്നു എന്ന് അവരിങ്ങനെ നനച്ചിരിക്കുന്ന സമയത്താണ് അവരെന്ത് ചെയ്തത്? മോശയോട് അവർ നിലവിളിച്ചത് അല്ലേ? ഓർക്കുക, ഈ മിസ്രൈമി ശക്തി എന്ന് പറയുന്നത് എന്താണ്? ഇവരെ ഒരു വിധത്തിലും മുൻപോട്ട് വിടത്തില്ല. ഇവരെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വിധത്തിലും ഇവർക്കൊരു നന്മ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. ഇവർക്കൊരു വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. മുൻപിലോട്ട് ഇവരുടെ വഴികൾ അടച്ചൊക്കെ ആര് നിൽക്കുകയാണ്? മിസ്രൈമി ശക്തികൾ നിൽക്കുകയാണ്. അപ്പോൾ ഇവരെ അവിടെ ദണ്ഡിപ്പിച്ച് പീഡിപ്പിച്ച് ഇവരെ മാനസികമായി തകർത്ത്, ശാരീരികമായി തകർത്ത്, ഇവരുടെ ആരോഗ്യത്തെ, സൗന്ദര്യത്തെ, ഇവരുടെ സമാധാനത്തെ, ഇവരുടെ കുടുംബജീവിതത്തെ എല്ലാ വിധത്തിലും ഇവരെ ബന്ധിച്ച് കെട്ടി മുറുക്കിയാണ് ഇവിടെ വെച്ചുകൊണ്ടിരുന്നത്. മിസ്രൈമർ ഇവരെ അടിമകളാക്കി അവരെ ഈജിപ്തിൽ വെച്ചുകൊണ്ടിരുന്നത് അല്ലേ? അവിടെ നിന്നും ഇവർ ഒരു മോചനം പ്രതീക്ഷിച്ച് വന്നിട്ട് പോലും ഇവർ ഇറങ്ങി പുറപ്പെട്ടു അല്ലേ? ഇവരവരെ കൊള്ള അടിച്ചു. അതായത് അവരുടെ അടുത്തുനിന്ന് ഇവർക്ക് സംഘടിപ്പിക്കാവുന്നതൊക്കെ അവരെ സംഘടിപ്പിച്ചു ഇവർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ വിചാരിച്ചു ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. എന്നാൽ രക്ഷപ്പെടത്തില്ല, നിങ്ങളെ രക്ഷപ്പെടുത്തിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് ആര് പുറകെ വന്നിരിക്കുകയാണ്? മിസ്രൈമി സൈന്യം അവരെ പിന്തുടർന്ന് വന്നിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ചില പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഒരു വിധത്തിലും മുൻപോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് നമ്മളെ ആത്മീയമായും ഭൗതികമായും ശാരീരികമായും മാനസികമായും ഒരു വിധത്തിലും മുൻപോട്ട് വിടാതെ വിഷയങ്ങളിട്ട് നമ്മളെ ഭയപ്പെടുത്തി വഴികൾ അടച്ച് നമ്മളെ നിർത്തിയിരിക്കുന്ന ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ഈ വല്ലാത്ത പ്രതിസന്ധി വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ തീർന്നുപോയി, ഇതിലും ഭേദം എന്തായിരുന്നു, ഇട്ടിട്ട് പോന്നതിലോട്ട് തന്നെ മടങ്ങിപ്പോകുന്നതാണ് നല്ലതെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? മുൻപിൽ വഴി കാണാതെ വരുമ്പോൾ, നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ആ വന്ന വഴിയെ തന്നെ മടങ്ങിപ്പോകാമെന്ന് വരെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. എന്നാൽ ഇവിടെ എന്താണ്? അങ്ങനത്തെ സിറ്റുവേഷൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കണം? യഹോവയാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. അപ്പോൾ അവിടെ എന്താണ്? ദൈവം നമ്മൾക്ക് വേണ്ടി അവിടെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. എന്ന് വെച്ചാൽ നീ കണ്ട മിസ്രൈമിനെ ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണത്തില്ല എന്ന് വെച്ചാൽ അതിന് മുൻപെയൊക്കെ എന്താണ്? മിസ്രൈമിനോട് പല വിധത്തിലും ദൈവം ഇടപെട്ടു അല്ലേ? മോശയിലൂടെ ഇടപെട്ടു. അപ്പോഴൊക്കെ ഇവർ ഒന്ന് സന്തോഷിച്ചു. പക്ഷേ ആ സന്തോഷങ്ങളൊക്കെ അവിടെ കെട്ടടങ്ങും. എന്നാൽ ഇവിടെ അവരുടെ പ്രതീക്ഷ അവർ നിൽക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇനി നിങ്ങളെ പിന്തുടരുവാൻ ആര് വരത്തില്ല? ഈ മിസ്രൈമി ശക്തി നിങ്ങളെ പിന്തുടരുവാൻ ഇനി വരത്തില്ല. അവർ ഇത്രയും നാളും അവർക്ക് പല ശിക്ഷകൾ കൊടുത്തിട്ടും അവരെന്ത് ചെയ്തു? അതിനെയൊക്കെ അവരെ അതിജീവിച്ച് അവർ വീണ്ടും നിങ്ങളുടെ പുറകെ വന്നിരിക്കുകയാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇതവരുടെ അവസാനമാണ്. ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി ഒരു നാളും കാണത്തില്ല. ഇവരുടെ അവസാനം ഇവിടം കൊണ്ട് ഇവർ തീരാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളെ അവിടെ നിന്നും വിടുവിച്ച് പുതിയൊരു ദേശത്തിലേക്ക് ദൈവം
ദൈവം അവരെ നടത്തുമെന്ന് അവരോട് പറഞ്ഞു അല്ലേ. നമ്മൾക്കറിയാം, ചെങ്കടൽ കടന്ന് അവരപ്പുറം കടന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താണ്? അവർക്ക് മന്ന കൊടുത്തു, പാറയിൽ നിന്ന് വെള്ളം കൊടുത്തു, അവർക്ക് എന്താണ്? പിന്നെ കാടപ്പക്ഷിയെ കൊടുത്തു, അവരുടെ ചെരുപ്പ് തേയാത്തവണ്ണം അവരെ ദൈവം മേഘസ്തംഭമായിട്ടും അല്ലേ, അഗ്നിസ്തംഭമായിട്ടും മേഘസ്തംഭമായിട്ടൊക്കെ അവരെ ദൈവം വഴി നടത്തിയെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെന്ന് വെച്ചാൽ അവർ കണ്ടിട്ടില്ലാത്ത ശ്രേഷ്ഠകരമായ പാതയിലൂടെ ദൈവം അവരെ വഴി നടത്തി. അവർക്ക് അധ്വാനിക്കേണ്ട, അവർക്കെല്ലാം അവരുടെ കയ്യിലോട്ട് ദൈവം ഒരുക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ശ്രേഷ്ഠമായ അനുഭവത്തിലൂടെ ദൈവം അവരെ നടത്തിയത് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ എന്താണ്? ഇതുപോലെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടു വന്നതാണല്ലോ, ഇനിയും അതിലോട്ട് തന്നെ ഞങ്ങളെ മടക്കി കൊണ്ടുപോവുകയാണോ? ആ സിറ്റുവേഷനിലോട്ട് തന്നെ ഞങ്ങൾ മടങ്ങി പോവുകയാണോ? അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് തീരാൻ പോവുകയാണോ എന്നൊക്കെ നമ്മളുടെ പല ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലും നമ്മൾ നിലവിളിക്കുമ്പോൾ ഒന്ന് തിരിച്ചറിയുക, ദൈവം അതിന് അവസാനം കുറിച്ചു കഴിഞ്ഞു. എന്ന് വെച്ചാൽ നമ്മളെ പീഡിപ്പിച്ചതിന്, നമ്മളെ ബന്ധിച്ചിട്ടതിന്, എന്ന് വെച്ചാൽ നമ്മളെ ബന്ധിച്ചിട്ട പൈശാചിക മണ്ഡലങ്ങൾക്ക്, നമ്മളെ അടിമകളാക്കിയ പൈശാചിക മണ്ഡലങ്ങൾക്ക്, നമ്മളെ പിന്തുടരുന്ന ഫറവോന്യ ശക്തികൾക്ക്, നമ്മളെ പിന്തുടരുന്ന പാരമ്പര്യ ശക്തികൾക്കെല്ലാം അറുതി വരുത്തി എന്നേക്കുമായി അതിനെ തകർത്ത് ഒരു ശാശ്വതമായ വിടുതലിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളുടെ മുൻപിലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വല്ലാത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നതെന്നും നമ്മൾ തിരിച്ചറിയുക. അവിടെ നമ്മൾ ദൈവത്തോട് പിറുപിറുക്കുവാൻ പോകണ്ട. മനുഷ്യരാണ് നമ്മൾ പിറുപിറുക്കും, അതിനൊക്കെ ക്ഷമ പറഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിച്ചും ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയങ്ങളാണ്, അല്ലെങ്കിൽ അതിനെ തകർത്ത് കളയുന്ന സമയങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞ ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കുക. ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവിടെ ദൈവത്തിൻ്റെ യുദ്ധത്തെ നിയന്ത്രിക്കുവാൻ നമ്മൾ പോകരുത്. ദൈവം യുദ്ധം ചെയ്തോളും, നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മൾ മിണ്ടാതിരുന്ന് കഴിയുമ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കും. എന്ന് വെച്ചാൽ അവസാനം, ചിലതിൻ്റെയൊക്കെ അവസാനം ദൈവം കുറിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യൻ്റെ അവസാനത്തിൻ്റെ കാര്യമല്ല, പാരമ്പര്യ ശക്തികളുടെ, ചില പൈശാചിക മണ്ഡലങ്ങളുടെ, ചില പാരമ്പര്യ ബന്ധനങ്ങളുടെ ഒക്കെ അവസാനത്തെ ദൈവം അവിടെ കുറിച്ചു വെച്ചിരിക്കുകയാണ്. അതിനെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു വിടുതൽ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുവാണ്. അതിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളാണ് നമ്മളുടെ മുൻപിലുള്ളത്. മുൻപിലൊന്നും കാണാതെ അവസാനിച്ചു എന്ന് പറയുന്ന ആ ഒരു വിധത്തിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ, ചിലതിനെയൊക്കെ നോക്കി നമ്മൾ ഭയപ്പെടുമ്പോൾ ഓർത്തുകൊള്ളുക, നമ്മൾക്ക് വേണ്ടി മിണ്ടാതിരിക്കുന്ന ദൈവമല്ല, നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞും ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. എന്ന് വെച്ചാൽ ഒരു എന്താ, കുറച്ചു നേരത്തേനുള്ള ഒരു വിടുതലല്ല, ശാശ്വതമായൊരു വിടുതൽ, ശാശ്വതമായൊരു ഒരു പുറപ്പാട് ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഒരുക്കാൻ പോവുകയാണ്. ഒരു പുതിയ പുറപ്പാട് നമ്മളുടെ ജീവിതത്തിൽ ഒരുക്കുമ്പോൾ നമ്മൾക്ക് എന്ത് തോന്നും? വലിയ പ്രതിസന്ധികളുടെ ഘട്ടത്തിലാണ് എന്ത് തുറക്കുന്നതും ഒരു പുതിയ പുറപ്പാട് ദൈവം ഒരുക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുക. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു അല്ലേ? അവരുടെ പുറപ്പാടെന്ന് പറയുന്നത് അവർക്ക് വേദനാജനകമായിരുന്ന യാത്രകൾ അല്ലേ? ആ ഒരു എന്താ പറയുക, ഇതിൻ്റെ മുൻപിൽ ചെങ്കടൽ രണ്ടായി പിളർക്കുന്നിടം വരെ മിസ്രൈമി സൈന്യത്തെ എന്താണ് ആ ചെങ്കടലിൽ ദൈവം ആഴ്ത്തി കളയുന്നിടം വരെ അവരുടെ യാത്രയെന്ന് പറയുന്നത് അതികഠിനമായിരുന്നു. അവർ ഓടിയത്, അവർ ഓടുമായിരുന്നു അല്ലേ? ഇവർ മിസ്രൈമി സൈന്യം പിന്തുടർന്ന് വരുന്നുണ്ട്, അപ്പോൾ അവർ ഓടുകയായിരുന്നു. എന്നാൽ ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ തീർന്നു എന്ന് പറഞ്ഞ ആ സിറ്റുവേഷനിൽ അവർ കടന്നുപോയപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു ശാശ്വതമായ വിടുതൽ ഒരുക്കുകയായിരുന്നു എന്ന് നമ്മളും തിരിച്ചറിയുക. നമ്മളുടെ ജീവിതത്തിലും ദൈവം ഇതുപോലെ തന്നെ പ്രവർത്തിക്കാൻ പോവുകയാണ്. നമ്മൾ ആമേൻ പറഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിൽ മിണ്ടാതെ ഇരിക്കുക. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ചിലതിൻ്റെയൊക്കെ അവസാനം കുറിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.